വർഷം 1933. യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ പഠിക്കുന്ന ചൗധരി റഹ്മത്ത് അലി ഒരു പാംഫ്ലെറ്റ് തയ്യാറാക്കുന്നു. ഇതിന്റെ ടൈറ്റിൽ ഇപ്രകാരമായിരുന്നു: നൗ ഓർ നെവർ, ആർ വി ടു ലിവ് ഓർ പെറിഷ് ഫോർ എവർ. ഈ ഒരു പാംഫ്ലെറ്റിലാണ് ആദ്യമായി പാകിസ്ഥാൻ എന്ന വേർഡ് ഡെറൈവ്ഡ് ആകുന്നത്. അവരുടെ ഡിമാൻഡ് ഇപ്രകാരമായിരുന്നു: I'm enclosing herewith an appeal on behalf of the 30 million Muslims of Pakistan who live in the 5 northern units of India: Punjab, Northwest Frontier, Afghan Province, Kashmir, Sindh and Baluchistan. It embodies their demand for the recognition of their national status as distinct from the other inhabitants of India by the grant to Pakistan of a separate federal constitution on religious, social and historical grounds. പാകിസ്ഥാൻ എന്ന ഈ ഒരു പദം തന്നെ വരുന്നത് പഞ്ചാബ്, അഫ്ഗാൻ, കശ്മീർ, സിന്ധ് കൂടാതെ ബലൂചിസ്ഥാനിലെ TAN എന്ന വാക്കും ആഡ് ചെയ്താണ്. കൂടാതെ പിന്നീട് ആഡ് ചെയ്തു ബെറ്റർ പ്രൊനൗൺസിയേഷന് വേണ്ടി. അങ്ങനെ പാകിസ്ഥാൻ രൂപപ്പെട്ടു. ഇതാദ്യമായിരുന്നു ഇന്ത്യയിൽ നിന്നും വേർപെട്ട് ഒരു സെപ്പറേറ്റ് നേഷൻ വേണമെന്ന ആവശ്യം ഉയരുന്നത്. ഇതേ പാംഫ്ലെറ്റിൽ തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറയുന്നു. Basically different from the suggestion put forward by Dr. Sir Muhammad Iqbal in his presidential address to the All India Muslim League in 1930. While he proposed the amalgamation of 4 out of the 5 above-named provinces into a single state, forming a unit of the All India Federation, we propose that all those 5 provinces should have a separate federation of their own outside India. ഈ ഒരു പാംഫ്ലെറ്റ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലെ മെമ്പേഴ്സിന് മുൻപിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആരും തന്നെ ഇതിനെ സീരിയസ് ആയി കണ്ടില്ല. ഒരു സ്റ്റുഡന്റിന്റെ ഒപ്പീനിയൻ മാത്രമായാണ് അവർ ഇതിനെ കണ്ടത്. ഇതേ സമയത്ത് തന്നെ ലണ്ടനിലേക്ക് പോയ മുഹമ്മദ് അലി ജിന്നയെ തിരിച്ചു കൊണ്ടുവരാൻ പല മുസ്ലിം ലീഡേഴ്സും ശ്രമിക്കുന്നു. അങ്ങനെ 1934 അവസാനത്തോടു കൂടി ജിന്ന ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നീട് 1937 ഇന്ത്യയിൽ നടന്ന പ്രൊവിൻഷ്യൽ ഇലക്ഷൻസിന്റെ റിസൾട്ട്സ് പുറത്തു വരുന്നു. ഇങ്ങനെ ഇലക്ഷൻ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. പ്രൊവിൻസസിന് ഓട്ടോണമി ലഭിക്കുന്നു. ഈ ഒരു ഇലക്ഷനിൽ എന്നാൽ മുസ്ലിം ലീഗിന് വലിയ കാര്യമായ രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. 482 സീറ്റുകൾ മുസ്ലിംസിന് ഉണ്ടായിട്ട് കൂടിയും അവർക്ക് 106 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിയുന്നത്. ലോക്കൽ പാർട്ടീസിന്റെ കൂടെ ചേർന്ന് പഞ്ചാബിലും സിന്ധിലും മാത്രമാണ് ഇവർക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ഇലക്ഷനിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി: മുസ്ലിം ലീഗ് പറയുന്നത് പോലെ അവർ മുസ്ലിംസിന്റെ സോൾ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്നുള്ള കാര്യം പൂർണ്ണമായും തെറ്റായിരുന്നു. കാരണം മെജോറിറ്റി സീറ്റും കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പോഴും. 1939 ബ്രിട്ടൻ ഇന്ത്യയുടെ സമ്മതമില്ലാതെ തന്നെ അവരെ വേൾഡ് വാർ II തള്ളിവിട്ടു. കോൺഗ്രസ് ഇതിനെതിരായി ശക്തമായി പ്രതികരിച്ചു. കൂടാതെ അവർ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു: ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, പകരമായി ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ വൈസ്രോയി ലോർഡ് ലിലിത്ത് ഇതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഇതിന്റെ റെസ്പോൺസ് എന്ന നിലയിൽ ഗവൺമെന്റിൽ നിന്നും റിസൈൻ ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എന്നാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് അന്നത്തെ 2 കമ്മ്യൂണൽ പാർട്ടികൾക്കാണ് ലഭിച്ചത്: മുസ്ലിം ലീഗ് ആൻഡ് ഹിന്ദു മഹാസഭ പാർട്ടി. കോൺഗ്രസിനോട് പോകാൻ പറയൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹിന്ദു മഹാസഭ പാർട്ടിയും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരെ വളരെ നല്ല തോതിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ഇവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഞങ്ങൾ ഹിന്ദു മുസ്ലിം ഐഡിയോളജിയെ സംരക്ഷിക്കുകയാണ്, എന്നാൽ ഇവരുടെ യഥാർത്ഥ ഗെയിം എന്നത് പവർ ലഭിക്കുക എന്നതും മാത്രമായിരുന്നു. അങ്ങനെ സാവർക്കറുടെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭയും ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും ഒരുമിച്ച് കൈകോർത്ത് ഇവർ പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. സിന്ധ്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ കൂടാതെ ബംഗാൾ ഇതായിരുന്നു ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ. പ്രോ ഹിന്ദു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന സാവർക്കർ, പ്രോ ഇസ്ലാം ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ജിന്ന, ഇത്രയും നാളും ശത്രുക്കളായിരുന്ന ഇവർ പവറിൻ്റെ കാര്യം വന്നപ്പോൾ ഒരുമിച്ച് ചേർന്നു. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. 1940 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഇവർ ആദ്യമായി മുസ്ലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നേഷൻ ഡിമാൻഡ് ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത എല്ലാ പാർട്ടികളും ഇതിനെ വളരെ വലിയ തോതിൽ ഒപ്പോസ് ചെയ്തു. ഈവൻ മൈനോറിറ്റി മുസ്ലിം പാർട്ടീസും ഇതിനെ ഒപ്പോസ് ചെയ്തു. 1941 തന്നെ 50,000-ലും അധികം മുസ്ലിംസ് ആയിരുന്നു ഈ ഒരു പാർട്ടീഷൻ എന്ന ഐഡിയയ്ക്ക് എഗെയിൻസ്റ്റായി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഡൽഹിയിലെത്തിയത്. ഇസ്ലാം മതം അപകടത്തിലാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസൊല്യൂഷൻ ഞങ്ങൾ പാസ്സാക്കുന്നത്. ഈ രാജ്യത്ത് ഇസ്ലാമിന് യാതൊരുവിധ അവകാശങ്ങളും ലഭിക്കില്ല, ഞങ്ങൾക്ക് പുതിയൊരു നേഷൻ വേണം. അതിനാണ് അവർ ഈ ഒരു റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കിയത്. മുസ്ലിം ലീഗിൻ്റെ സിംഗിൾ അജണ്ട സെപ്പറേറ്റ് നേഷൻ ആയിരുന്നു. ഇസ്ലാം അപകടത്തിലാണ്, ഇന്ത്യയിലെ എല്ലാ മുസ്ലിംസും ഞങ്ങൾക്ക് വോട്ട് നൽകണം, എങ്കിൽ മാത്രമേ ഈ ഒരു റിലീജനെ നമുക്ക് റിവൈവ് ചെയ്യാൻ കഴിയൂ. ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിൽ 1945 കൂടി വേൾഡ് വാർ II എൻഡ് ആവുകയും ബ്രിട്ടൻ വളരെ വലിയ തോതിൽ എക്കണോമിക് ലോസിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ അവസാനിക്കാൻ പോകുന്നു. ഈ വർഷം അവസാനം തന്നെ പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് ഇന്ത്യയിൽ നടക്കാൻ പോവുകയായിരുന്നു.
കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് വളരെ വലിയ തോതിലാണ് തോറ്റത്. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഇലക്ഷന് മുൻപ് മുസ്ലിം ലീഗ് നടത്തിയ ക്യാമ്പയിൻ വളരെയധികം എഫക്റ്റീവായിരുന്നു. ആളുകളുടെ ഇടയിൽ മുസ്ലിം ലീഗിന് വോട്ട് നൽകണമെന്ന ആശയം വളരെ വേഗത്തിൽ സ്പ്രെഡാവാൻ തുടങ്ങി. ഒരു സമയത്ത് എലീറ്റ് മുസ്ലിംസ് മാത്രം മെമ്പേഴ്സ് ആയിരുന്ന ഈ ഒരു പാർട്ടിയിൽ ജിന്ന ഒരാൾ കാരണം 70 ലക്ഷത്തിലും അധികം മെമ്പേഴ്സാണ് കൂടിയത്. ഈ ഒരു സമയത്തും പാർട്ടീഷന്റെ വക്കിലേക്ക് ഇന്ത്യ എത്തിയിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അങ്ങനെ 1946 കൂടി പ്രൊവിൻഷ്യൽ ഇലക്ഷന്റെ റിസൾട്ട് വന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതിനേക്കാൾ വളരെ വലിയ തോതിലാണ് ഇത്തവണയും കോൺഗ്രസ് പെർഫോം ചെയ്തത്. എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 425 സീറ്റുകളും അവർ വിജയിച്ചു. അതിനു പുറമെ അവർക്ക് റിസർവ്ഡ് ആയിരുന്നിട്ടുള്ള എല്ലാ സീറ്റുകളും ഇത്തവണ അവർ തൂത്തുവാരി. തങ്ങൾ മുസ്ലിംസിന്റെ സോൾ റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ള അവരുടെ വാദം അങ്ങനെ സത്യമായി. അങ്ങനെ ബംഗാളിനെയും സിന്ധിനെയും പഞ്ചാബിനെയും ഇവർ തൂത്തുവാരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിന്നും പോകും. ആർക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യും? എങ്ങനെയായിരിക്കും ഈ ഒരു പ്രക്രിയ നടക്കുക? അതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. ഈ ഒരു പ്രക്രിയയ്ക്കായി 3 അംഗ സംഘത്തെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലേക്ക് അയച്ചു. ഇതിനെ ഇന്ന് നാം ക്യാബിനറ്റ് മിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു പാർട്ടിയും ഒരു കൺക്ലൂഷനിൽ എത്തിയിരുന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെ 24 മാർച്ച് 1946 നീണ്ട ഡിസ്കഷന് ശേഷം ക്യാബിനറ്റ് മിഷൻ തന്നെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ സെപ്പറേറ്റ് നേഷൻ എന്ന ആശയത്തെ ഇവർ റിജക്റ്റ് ചെയ്യുന്നു. കൂടാതെ ഇന്ത്യയിൽ തന്നെ 3 ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. ഗ്രൂപ്പ് എയിൽ യുണൈറ്റഡ് പ്രൊവിൻസസ്, ബീഹാർ, ബോംബെ, മദ്രാസ്, സെൻട്രൽ പ്രൊവിൻസസ് ആൻഡ് ഒഡീഷ. ഗ്രൂപ്പ് ബിയിൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ, ബലൂചിസ്ഥാൻ, പഞ്ചാബ് ആൻഡ് സിന്ധ്. ഗ്രൂപ്പ് സിയിൽ ബംഗാൾ ആൻഡ് ആസാം. ഈ 3 ഗ്രൂപ്പുകളും യുണൈറ്റഡ് ഇന്ത്യയുടെ ഭാഗമായിരിക്കും. 3 ഗ്രൂപ്പുകൾക്കും അവരുടേതായ പവറുകൾ ഉണ്ടാകും. കൂടാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് കറൻസി, കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ് തുടങ്ങിയവയും ഉണ്ടാകും. പ്രൊവിൻസസ് ചേർന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കും. അതിനുശേഷം ഗ്രൂപ്പുകൾക്കായുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയും പിന്നീട് സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയും ചെയ്യും. 5 വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും പ്രൊവിൻസസിന് ഗ്രൂപ്പ് ചേഞ്ചിങ് നടത്തണമെങ്കിൽ അത് ചെയ്യാനും കൂടാതെ 10 വർഷങ്ങൾക്ക് ശേഷം ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. അങ്ങനെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. സ്ഥിര ഗവൺമെന്റ് വരുന്നതുവരെ. തന്റെ ആവശ്യങ്ങൾക്കെതിരാണെങ്കിൽ കൂടിയും ജിന്ന 6 ജൂണിന് ഈ ഒരു പ്ലാൻ അംഗീകരിക്കുന്നു. 10 ജൂലൈ 1946 നെഹ്റു ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു. അവിടെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. The big probability is that from any approach to the question there will be no grouping. Obviously, Section A will decide against grouping. Speaking in betting language, there was 4-1 chance of the Northwest Frontier Province deciding against grouping. The Group B collapses. It is highly likely that Assam will decide against grouping with Bengal. Although I would not like to say what the initial decision may be, since it is evenly balanced. പിന്നീട് അദ്ദേഹം പറയുകയാണ്, With every assurance and conviction that there is going to be finally no grouping there. Because Assam will not tolerate it under any circumstances whatever. Thus you see this grouping business approached from any point of view does not get on at all. നെഹ്റുവിന്റെ ഈ ഒരു സ്പീച്ചിന് ശേഷം ജിന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഗ്രൂപ്പിംഗ് കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ താൻ നൽകിയ അപ്രൂവൽ തിരിച്ചെടുക്കണം. ഇതേ സമയത്ത് തന്നെ ഈ ഒരു സ്പീച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മൗലാന ആസാദും പട്ടേലും രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിനെ ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടാണ് ഇവർ കണ്ടത്. എല്ലാം മര്യാദയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ എന്തിന് പബ്ലിക്കിൽ വന്ന് ഇതുപോലെ ഒരു സ്പീച്ച് നൽകി? ഇതിനു പുറമെ ഇന്ററീം ഗവൺമെന്റ് രൂപീകരിക്കാൻ മുസ്ലിം ലീഗിനെ ബ്രിട്ടീഷേഴ്സ് ഇൻവൈറ്റ് ചെയ്തില്ല. ഇത് ജിന്നയെ വളരെയധികം ചൊടിപ്പിച്ചു. അങ്ങനെ 16 ഓഗസ്റ്റ് 1946 ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ തുടങ്ങാൻ തീരുമാനിച്ചു. അതായത് ഒരു മാസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് കോൺഗ്രസ് ആൻഡ് ബ്രിട്ടീഷേഴ്സ്. ഇവരുടെ ഡിമാൻഡ് എന്നത് സെപ്പറേറ്റ് നേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ. കൂടാതെ ഇവരുടെ തന്നെ പത്രങ്ങളിൽ ഇവർ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻസും നൽകിയിരുന്നു. ഇവരുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. ബംഗാളിന്റെ പല ഭാഗത്തു നിന്നും ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇറങ്ങുകയും തുടർന്ന് കൽക്കത്തയിലെ ഷാഹിദ് മിനാറിൽ ഒത്തുകൂടുകയും പിന്നീട് അവിടെ നിന്ന് റാലി ആരംഭിക്കുകയും ചെയ്യും. ഇമർജൻസി സർവീസ് ഒഴികെ മറ്റൊന്നും അന്ന് ഉണ്ടാകാൻ പാടില്ല. കൂടാതെ ഗവർണർ ഓഫ് ബംഗാളിനോട് പറഞ്ഞ് അവർ അന്ന് പബ്ലിക് ഹോളിഡേയും ഡിക്ലെയർ ചെയ്യിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഈ ഒരു സമരത്തെ അംഗീകരിച്ചില്ല. അവർ കടകൾ തുറപ്പിച്ചു. ഇങ്ങനെ ഇവർ ചെയ്തില്ലാത്ത പക്ഷം അവരും മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാകും. അതുകൊണ്ടായിരുന്നു അവർ ഇങ്ങനെ ചെയ്തതെന്നാണ് അന്ന് അവർ പറഞ്ഞത്. അങ്ങനെ 1946 ഓഗസ്റ്റ് 16 എത്തുന്നു. ദ ഗ്രേറ്റ് ആക്ഷൻ ഡേ ഒരു കൽക്കത്ത കില്ലിംഗ് ഡേ ആയി മാറുന്നു. അടുത്ത 48 മണിക്കൂറത്തോളം കൽക്കത്ത ചോരക്കളമായി മാറുന്നു. പിന്നീട് എന്താണ്? ഈ ഒരു വാർത്ത രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പടർന്നു. പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും തങ്ങളുടെ മരിച്ച ആളുകളുടെ എണ്ണത്തെ വളരെ എക്സാജറേറ്റ് ചെയ്താണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. പല മുസ്ലിംസും ഹിന്ദുക്കളുടെ ജീവൻ രക്ഷിച്ചു. പല ഹിന്ദുക്കളും മുസ്ലിംസിൻ്റെയും. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയുന്ന പല ജനങ്ങളും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്.
Numerous cases of Hindus sheltering Muslims and Muslims sheltering Hindus have come to light. But taken as a whole, the fear and distrust on both sides is intense. People are shifting from one quarter to another, but God knows if that is any solution. മറുവശത്ത് 20 ഫെബ്രുവരി 1947 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഡെഡ് ലൈൻ എന്നത് 3 ജൂൺ 1948 ആയിരുന്നു. പിന്നീട് അത് കുറച്ച് 15 ഓഗസ്റ്റ് 1947 ആക്കി മാറ്റി. കൂടാതെ ലാസ്റ്റ് വൈസ്രോയായി മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തി. 3 ജൂൺ 1947 ഇദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തുകയും പാർട്ടീഷന്റെ പ്ലാൻ അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനു പുറമെ 8 ജൂലൈ 1947 ബ്രിട്ടനിൽ നിന്നും റാഡ്ക്ലിഫ് ഇന്ത്യയിലേക്ക് എത്തുന്നു. ബംഗാളിന്റെയും പഞ്ചാബിന്റെയും ബൗണ്ടറീസ് വരയ്ക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. ഇതിന് ഇദ്ദേഹത്തിന് ലഭിച്ച സമയം വെറും 5 ആഴ്ച മാത്രമായിരുന്നു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനു മുൻപ് ഇദ്ദേഹം ഈ പ്രദേശങ്ങൾ കണ്ടിട്ടില്ല, ഇന്ത്യയിൽ വന്നിട്ടില്ല. പാർഷ്യാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈനലി 18 ജൂലൈ 1947 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകുന്നു. അങ്ങനെ ബ്രിട്ടൻ എന്ന സൂര്യൻ അസ്തമിച്ച് പാകിസ്ഥാൻ, ഇന്ത്യ എന്ന പേരിൽ 2 പുതിയ സൂര്യനുകൾ ഉദിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയാണ് പിന്നീട് നടന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വീടും കുപ്പായവും ജീവനും എന്നേക്കുമായി നഷ്ടമായി. One day we were quite happy, and in the evening we were made to just leave the house and walk. ബോർഡറിനപ്പുറത്ത് പുതിയൊരു ജീവിതം ആഗ്രഹിച്ചവരുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതായി. ഒരു നേരത്തെ ആഹാരം പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല. Eating leaves of whatever crop they could lay their hands on, and also drinking water from the puddles on the ground because there was no other source of water. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രൂട്ടൽ പാർട്ടീഷൻ, ഏറ്റവും വലിയ മൈഗ്രേഷൻ. ശവങ്ങളായിരുന്നു ട്രെയിനുകളിൽ മുഴുവൻ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും. എത്ര സ്ത്രീകൾക്ക് നേരെയാണ് അതിക്രമണങ്ങൾ ഉണ്ടായത്? എനിക്ക് നിങ്ങളോട് പറയാൻ പോലും കഴിയുന്നില്ല എന്തായിരുന്നു അന്നത്തെ അവസ്ഥയെന്ന്. എത്ര പേരെ ജീവനോടെ കത്തിച്ചു, എത്ര പേരെ ചൂഷണം ചെയ്തു. അവരുടെ ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ അവരെ പീഡനത്തിന് വിധേയമാക്കി. ഈ സംഭവങ്ങളെല്ലാം നടന്നത് മതത്തിൻ്റെ പേരിലായിരുന്നു. ഏത് മതത്തെയാണോ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, ആ മതത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വിഭജനം ഉണ്ടാവുകയില്ലായിരുന്നു, ഈ ഒരു ക്രൂരത കാണേണ്ടി വരില്ലായിരുന്നു. ഏത് സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, എന്തിനാണോ നിങ്ങൾ പാകിസ്ഥാൻ രൂപീകരിച്ചത്, ഇതെല്ലാം വളരെ വലിയൊരു ഫെയിലിയർ തന്നെയായിരുന്നു. സമാധാനത്തിന് പകരം കൊടും ക്രൂരതയാണ് അന്നവിടെ ഉണ്ടായത്. നീണ്ട വർഷ കാലഘട്ടത്തിലേക്ക് വ്യത്യസ്തങ്ങളാർന്ന രാഷ്ട്രീയ നേതാക്കൾ മതത്തെ ഒരു ടൂളാക്കി സാധാരണക്കാരനെ ഉപയോഗിച്ചു. അതാണ് ഈ ഒരു പാർട്ടീഷൻ്റെ ഏറ്റവും പ്രധാന കാരണമായത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. അടുത്ത തവണ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നവനോട് രാജ്യത്തിനായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് തിരിച്ചു ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിയുമെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.